إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കി തഖ്വയോടെ ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു അത്തരത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം കടന്നുപോയി, ജൂലൈ 14. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഡിസേബിലിറ്റി അവയർനെസ് ഡേ എന്നാണ് ആ ദിവസം അറിയപ്പെട്ടത്. കാരണം ലോകവ്യാപകമായി നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ബോധവൽക്കരിക്കുവാൻ വേണ്ടി ഒരു ദിവസം വളരെ ആധുനികമായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രംഗത്ത് ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ കണിശമായും സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏകനായ അള്ളാഹുവിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ അറിയേണ്ട ആദ്യത്തെ അറിവ് അള്ളാഹു റഹ്മാനാണ് എന്ന അറിവാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹു അറിയപ്പെട്ടതാണെങ്കിലും അള്ളാഹു അവരുടെ ഖൽബിലുണ്ടെങ്കിലും അവരുടെ വാക്കുകളിലുണ്ടെങ്കിലും അള്ളാഹു റഹ്മാനാണ്
അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ് റഹ്മാൻ എന്ന ഇസ്മ എന്ന് മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അവർ വിപ്രവൃത്തി കാണിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ ചോദിച്ചു, വമർ റഹ്മാൻ, എന്താണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ 57 സ്ഥലങ്ങളിൽ അള്ളാഹു റഹ്മാൻ എന്ന വാക്ക് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ ഇസ്മായി ഉച്ചരിച്ചത്. മാത്രമല്ല നമുക്കറിയാം, ബസ്മല എന്ന വിശുദ്ധ ഖുർആനിലെ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഭാഗത്തിൽ ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹു എന്ന നാമത്തോടൊപ്പം ആദ്യം അള്ളാഹു ചേർത്ത് വെച്ച നാമം റഹ്മാൻ എന്ന നാമമാണ്. ആദ്യമായി ആ നാമം ചേർത്ത് വെച്ചു എന്ന് മാത്രമല്ല, ലോകത്ത് വേറെ ആരും ആ നാമം എടുത്തു അണിയരുത്, അതാരും സ്വന്തം പേരായി ഉപയോഗിക്കരുത് എന്ന് കണിശമായി ദീൻ പറഞ്ഞു. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം മുഖ്തസായ, അവന് മാത്രം പ്രത്യേകമായ പേരാണ്. ആ നാമം വേറെ ആർക്കും പാടില്ല. മറ്റൊരാൾക്കും അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് എടുത്തണിയാൻ അവകാശമില്ലാത്ത നാമങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അത് എണ്ണിയത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഭാഗം വിശദീകരിക്കുമ്പോൾ പറയുന്ന വാചകം കാണാം, വൽ ഹാസിലു അന്ന മിൻ അസ്മാഇഹി തആല മാ യുസമ്മാ ബിഹി ഗൈറുഹു. അള്ളാഹുവിന്റെ ചില നാമങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. റഹീം എന്ന പേര് അബദ് ചേർക്കാതെ തന്നെയും വേറെ ആൾക്ക് ഉപയോഗിക്കാം. അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ചിലത് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതുണ്ട്. വമിൻഹാ മാ ലാ യുസമ്മാ ബിഹി ഗൈറുഹു. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് മറ്റൊരാൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത, അബദ് ചേർക്കാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത നാമങ്ങളുമുണ്ട്. അതിനാണ് അള്ളാഹു എന്ന വാക്ക്. ഒരാൾക്കും അള്ളാഹു എന്ന് പേരിടാൻ പാടില്ല, എന്നാൽ അബ്ദുള്ള എന്ന് പേരിടാം. റഹ്മാൻ എന്ന പേര് തനിച്ചിടാൻ പാടില്ല, അബ്ദുർ റഹ്മാൻ എന്നിടാം. ഈ രൂപത്തിൽ വമിൻഹാ മാ ലാ യുസമ്മാ ബിഹി ഗൈറുഹു, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇടാൻ പാടില്ലാത്ത നാമങ്ങളിൽ ഒന്നാണ് റഹ്മാൻ എന്ന നാമം. കാരണം റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിലേക്ക് ചേരുമ്പോൾ വളരെ പ്രത്യേകതയുള്ളതാണ്, വളരെ പ്രത്യേകമായ ഒരു നാമമാണ്. കാരണം അള്ളാഹുവിന്റെ സവിശേഷത, അവന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വലിയൊരു വിശേഷണമാണ് റഹ്മാൻ. അതിൽ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരാൾക്കും തുലന ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്ത്, ഒന്നിനോടും തുലന ചെയ്യാൻ കഴിയാത്ത റബ്ബിന്റെ റഹ്മത്ത്, ആ റഹ്മത്തിനെ ദോദിപ്പിക്കുന്ന വാക്കാണ് റഹ്മാൻ എന്ന വാക്ക്. നബിയെ പരിചയപ്പെടുത്തി ഖുർആൻ. എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കളെ മാലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. മാലോകത്തിന് റഹ്മത്താണങ്ങ്, കരുണയാണങ്ങ്. പ്രവാചകനെ ഉപദ്രവിച്ചവരുണ്ട്, ആക്ഷേപിച്ചവരും അടിച്ചവരും നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കിയവരും തെറി വിളിച്ചവരുമുണ്ട്. അത് അസഹനീയമായപ്പോൾ, സഹിക്കാൻ കഴിയാതായപ്പോൾ മുഹമ്മദ് നബിയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചകന്റെ അനുചരന്മാർ വന്ന് പറഞ്ഞു, നബിയെ ഇവർ നശിച്ചു പോകാൻ അങ്ങ് ദുആ ചെയ്യും, ഇവരങ്ങ് ഒടുങ്ങിപ്പോകാൻ അങ്ങ് ദുആ ചെയ്യും. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. എന്താ റസൂൽ പറഞ്ഞത്? ഇന്നി ലം ഉബഅത് ലആന വ ഇന്നമാ ബുഇസ്തു റഹ്മാ. എല്ലാവരെയും ശപിച്ചൊതുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളല്ല ഞാൻ, നേരെ മറിച്ച് വ ഇന്നമാ ബുഇസ്തു റഹ്മാ, കാരുണ്യവുമായി റഹ്മത്തുമായി നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സവിശേഷത റഹ്മത്താണ്, കാരുണ്യമാണ്. ഖുർആൻ നമ്മുടെ വേദഗ്രന്ഥമാണ്. നിന്റെ ഇമാം എന്താണ് എന്ന ചോദ്യത്തിന് ഖബറിൽ നമുക്ക് പറയേണ്ട മറുപടി ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം എന്ന മറുപടിയാണ്. ആ ഖുർആൻ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സൂറത്തുൻ നഹലിൽ 89-ാം വചനത്തിൽ നമുക്ക് കാണാം, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇ, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന, എല്ലാം ബയാൻ ചെയ്യുന്ന ഒരു കിതാബ് നാം നിങ്ങൾക്ക് ഇറക്കി തന്നു. ആ കിതാബിൽ എന്താ ഉള്ളത്? വഹുദൻ വറഹ്മ, അല്ലാഹുവിന്റെ ഹിദായത്ത്, നേർവഴിയുണ്ട്. വറഹ്മതൻ, അതിൽ കാരുണ്യമുണ്ട്.
ഖുർആനിൽ കാരുണ്യമുണ്ട്. അപ്പൊ കരുണ, റഹ്മത്ത് എന്നുള്ളത് ഒരു മുഅ്മിനിൽ ഊട്ടപ്പെട്ട സംഗതിയാണ്. അവൻ വിശ്വസിക്കുന്ന റബ്ബിൽ, അവന്റെ പ്രവാചകനിൽ, അവന്റെ കിതാബിൽ എല്ലാത്തിലും റഹ്മത്താണ്, കാരുണ്യമാണ്. മാത്രമല്ല അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അതാണ്. സൂറത്തു സുമറിൽ 9-ാം വചനത്തിൽ പാതിരാത്രികളിൽ എഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് എല്ലാവരും പുതപ്പിനടിയിൽ പൂണ്ടുറങ്ങുന്ന നേരത്ത് അവർ എഴുന്നേറ്റ് വരുന്നത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് എന്താ പറഞ്ഞത്? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തണുത്തു പറക്കുന്ന നേരത്ത്, പാതിരാത്രികളിൽ പുതപ്പിനടിയിൽ പൂണ്ടുറങ്ങുന്ന നേരത്ത് ചില ആളുകൾ ഇതാ സുജൂദിലാണ്, വേറെ ചില ആളുകൾ ഇതാ റുക്കൂഇലാണ്, വേറെ ചില ആളുകൾ ഇതാ റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ പാതിരാത്രികളിൽ അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യാമത്തിൽ അവർ എഴുന്നേറ്റ് വന്നത്? എന്തിനാണ് അവർ എഴുന്നേറ്റത്? ഖുർആൻ പറയാൻ, യഹ്ദറുൽ ആഖിറ, അവർ കരുതുന്നത് ആഖിറത്തിനെയാണ്, അവർ കരുതുന്നത് പാരത്രിക ലോക ജീവിതത്തെയാണ്. അവർ കൊതിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത് റബ്ബിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ് അവർ കൊതിക്കുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവർ അഭിലഷിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാകുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തലയിൽ എന്തെങ്കിലും ഉള്ളവനെ ചിന്തിക്കൂ എന്ന് ഖുർആൻ പറയാണ്. ബുദ്ധിയുള്ളവനെ ആലോചിക്കൂ, അവനെ ചിന്തിക്കാൻ കഴിയൂ. അവനാണ് രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊതിച്ച് എഴുന്നേറ്റ് വരുന്നത്. ഇത് ഖുർആൻ കണിശമായി പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് കൊതിക്കുന്ന ആളുകൾ അവരാണ് മുഅ്മിനുകൾ, അവരാണ് വിശ്വാസികൾ. അതാണ് വിശ്വാസത്തിന്റെ കരുത്ത്, ഈമാനിന്റെ കരുത്ത്, അതാണ് റഹ്മത്താണ്. അതുകൊണ്ട് അത് കൊതിക്കുന്നവരോട് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള മനുഷ്യരോട് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാട്ടിയാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൊ കരുണ കൊടുത്തു വാങ്ങേണ്ടതാണ്. നീ മറ്റുള്ളവർക്ക് കൊടുക്കണം കരുണ, റഹ്മത്ത്. കരുണയുള്ളവനാകണം നീ നിന്റെ സഹജീവികളോട്, ചുറ്റുപാടുകളോട്, ജീവന്റെ തുടിപ്പുള്ള സർവ്വതിനോട്, എല്ലാത്തിനോടും കരുണ ഉണ്ടാകണം എന്നാ റസൂൽ അത് പഠിപ്പിച്ചില്ലേ? ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചില്ലേ? ബൈന റജുലു യംശി, റസൂൽ തന്റെ സ്വഹാബത്തിനെ വിളിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരാളിങ്ങനെ ഒരിക്കൽ നടന്നു വരുമ്പോ, മരുഭൂമിയിലൂടെ അദ്ദേഹം യാത്ര പോകുമ്പോ, അയാൾക്ക് വല്ലാത്ത ദാഹമുണ്ടായി, ദാഹപരവശനായി അദ്ദേഹം അന്വേഷിച്ചു, നടന്നു, എവിടുന്നാണ് ഒരൽപ്പം വെള്ളം കിട്ടുക? അദ്ദേഹം ഒരു കിണർ കണ്ടെത്തി. ഒരു കിണർ കണ്ടെത്തി. കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ, ശേഖരിക്കാൻ വഴിയൊന്നുമില്ല. അദ്ദേഹം ആ കിണറിലേക്ക് ഇറങ്ങി, എന്നിട്ട് ആവോളം വെള്ളം കുടിച്ചു, എന്നിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോ ഒരു നായ, ആ നായ ഇങ്ങനെ ദാഹപരവശനായി മണ്ണ് കപ്പുകയാണ്, മരുഭൂമിയിലെ മണ്ണിങ്ങനെ കപ്പുകയാണ്. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ലഖദ് ബലഗ ഹാദാ മിസ്ലുല്ലദീ ബലഗ ബി, ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ അനുഭവിച്ച ആ ദാഹം തന്നെയല്ലയോ ഈ നായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ വിഷമവും പ്രയാസവും തന്നെയല്ലയോ ഈ നായും അനുഭവിക്കുന്നത്? അത് ചിന്തിച്ചു, അയാൾ ആലോചിച്ചു, അയാൾ നേരെ കിണറ്റിലേക്ക് ഇറങ്ങി. പക്ഷെ കിണറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പ്രയാസം. അതെന്താ? നേരത്തെ കൈക്കുമ്പിളിൽ കോരി അദ്ദേഹത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൈക്കുമ്പിളിൽ കോരി കുടിച്ചാൽ പോരാ, നേരെ മറിച്ച് നായ്ക്ക് വെള്ളം എത്തിക്കണം. അപ്പൊ കൈക്കുമ്പിളിൽ നിറച്ചാൽ പിന്നെ കിണറ്റിന് കയറാൻ കഴിയില്ലല്ലോ. അയാൾ തന്റെ ആ ബുദ്ധി ഉപയോഗിച്ചു ചിന്തിച്ചു, എന്താണ് പരിഹാരം? അവസാനം അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ഇട്ടിരുന്ന ബൂട്ട് അദ്ദേഹം അഴിച്ചെടുത്തു. ആ ബൂട്ടിൽ അദ്ദേഹം വെള്ളം നിറച്ചു, അതിങ്ങനെ കടിച്ചു പിടിച്ചു. എന്നിട്ടോ പിന്നെ ആ കിണറ്റിൽ നിന്ന് അദ്ദേഹം കയറി വന്നു. എന്നിട്ട് ആ നായക്ക് അദ്ദേഹം വെള്ളം കൊടുത്തു. എന്നതിനു ശേഷം അതിനുശേഷമുള്ള ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലെ വാചകം എന്താണെന്നറിയോ? ഫശകറല്ലാഹു ലഹു. അറബി അറിയുന്ന ആളുകൾ അവിടെ തർക്കീബ് വെക്കുമ്പോ അല്ല തെറ്റിപ്പോയോ എന്നാണ് ആലോചിക്കുക. ഫശകറല്ലാഹ എന്നാണല്ലോ പറയേണ്ടത്. അള്ളാഹുവിനോട് നന്ദി കാണിച്ചതല്ലേ സാധാരണ പ്രയോഗിച്ചത്. പക്ഷെ ഹദീസിലെ പ്രയോഗം ഫശകറല്ലാഹു ലഹു,
നായക്ക് വെള്ളം കൊടുത്ത ആ മനുഷ്യനോട് അല്ലാഹു നന്ദി കാട്ടി. നായക്ക് വെള്ളം കൊടുത്ത ആ മനുഷ്യനോട് ഫശക്കറല്ലാഹു ലഹു, ആ മനുഷ്യനോട് അല്ലാഹു നന്ദി കാട്ടി. ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫഅദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്താണ് ഈ പറയുന്നത്? വ ഇന്ന ലനാ ബിൽ ബഹായിമി അജ്റാ, അല്ല ഈ മൃഗങ്ങൾക്ക് സേവിച്ചാലും അവർക്ക് നന്മ ചെയ്താലും പ്രതിഫലമുണ്ടെന്നോ? നാൽക്കാലികൾക്ക് ഖിദ്മത്ത് ചെയ്താൽ പ്രതിഫലമുണ്ടെന്നോ? സഹാബത്ത് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റുത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏത് ജീവിക്കും നിങ്ങൾ കരുണ കാട്ടിയാലും, ഏത് ജീവിക്ക് നിങ്ങൾ നന്മ ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. പച്ചക്കരളുള്ള ഏത് ജീവിയോട് കരുണ കാട്ടിയാലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ വാർത്തെടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് തസ്കിയത്ത് ചെയ്യുന്നത്, സംസ്കരിക്കുന്നത്? നനവുള്ള, കനിവുള്ള, ആർദ്രതയുള്ള, കാരുണ്യമുള്ള ഖൽബിന്റെ ഉടമകളായി ആളുകൾ മാറണം. അങ്ങനെ സംസ്കരിക്കപ്പെടണമെന്നാണ്. പ്രത്യേകിച്ച് ഒരു മുഅ്മിൻ, വിശ്വാസമുള്ളവൻ, അല്ലാഹുവിലും റസൂലിലും കിതാബിലും ഒക്കെ വിശ്വസിക്കുന്നവൻ, അവനോട് ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തടാ നീ മലമ്പാത താണ്ടാത്തത്? ഖുർആന്റെ ചോദ്യമാണ്, എന്തടാ നീ ചുരം കയറാത്തത്? കാര്യം വെച്ചാൽ ഇതൊരു ചുരമായിട്ടാണ് ഖുർആൻ കണ്ടത്. ഖുർആന്റെ ചോദ്യം ഫലഖ്തഹമൽ അഖബ, എന്താണ് നീ ചുരം കയറാത്തത്? എന്താണ് നിനക്ക് തടസ്സം? എന്താണ് നീ ദുർഘടമായ മലമ്പാത, ആ ചുരം താണ്ടിക്കടക്കാത്തത്? മലമ്പാതയോ ചുരമോ ദുർഘടമായ പാതയോ? ആ ചോദ്യം അല്ലാഹു ഇട്ടു തന്നു. എന്നിട്ട് അല്ലാഹു നമ്മളോട് ചോദിപ്പിക്കുകയാണ്, നമ്മുടെ ഖൽബിനെ കൊണ്ട് തന്നെ, വമാ അദ്റാക മൽ അഖബ, ആ ചുരമാർഗം എന്താണെന്ന് നിനക്കറിയുമോ? ആ ചുരവഴി ഏത് എന്ന് നിനക്കറിയുമോ? ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. സൂറത്തുൽ ബലദിൽ മനോഹരമായി അല്ലാഹു വിശദീകരിക്കാൻ, ദുർഘടമായ പാത എന്ന് പറഞ്ഞാൽ അടിമകളെ മോചിപ്പിക്കലാണോ? കൈകാലുകളിൽ ചങ്ങലകൾ വീണുപോയ മനുഷ്യർ, ജീവിത സാഹചര്യം കൊണ്ട് അടിമത്തത്തിന്റെ ഭാരം പേറേണ്ടി വന്ന മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രമാക്കലാണോ? മാത്രമല്ല ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്റബ, പഞ്ഞമാസം എന്ന് നിങ്ങൾ പറയാറില്ലേ? ജോലിയില്ല, കൂലിയില്ല, വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല, മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, അരി വാങ്ങാൻ കാശില്ല, മഴ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അന്നത്തെ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവന്റെ വഴിമുട്ടിയ ആ ദിനങ്ങളുണ്ട്. പഞ്ഞമാസം എന്ന് നമ്മൾ പറയാറുള്ള, മലയാളത്തിൽ പ്രയോഗിക്കാറുള്ള അത്തരം മാസങ്ങൾ ഉണ്ടാകുമ്പോ വീട്ടിൽ അടുപ്പ് പുകയാത്തടത്ത്, മക്കളുള്ളയിടത്ത് അന്നമെത്തിക്കലാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. യതീമൻ ദാ മഖറബ, കുടുംബത്തിൽ യതീമുണ്ടോ എന്ന് അന്വേഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഔ മിസ്കീനൻ ദാ മത്രബ, മണ്ണ് പുരണ്ട പാവങ്ങളുണ്ട്, സാധുക്കളുണ്ട്, അവർക്ക് അന്നം കൊടുക്കലാണ്. അല്ലാഹു പറയാണ്, അതാണ് ചുരംപാത. നീ പണിയെടുത്ത് നിനക്ക് കിട്ടിയ നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അതിന്റെ ബാലൻസ് കൊണ്ടുപോയി നിന്റെ ബാങ്കിൽ സേഫായി അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് താൻ ആശ്വസിച്ച് തനിക്കും തന്റെ അനന്തരഗാമികൾക്കും 10 തലമുറക്കും തിന്നാനുള്ളത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആശ്വസിച്ച് കഴിയലല്ല ചുരം കയറൽ. നീ പണിയെടുത്ത് നിനക്ക് കിട്ടിയ സമ്പത്തിൽ നിന്ന് നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതോടൊപ്പം അന്നമില്ലാത്തവന്, അടുപ്പ് പുകയാത്തവന് അന്നം കൊടുക്കലാണ് ചുരം കയറൽ. എന്തുകൊണ്ട് ആ ചുരം നീ കയറുന്നില്ല? റബ്ബിന്റെ ചോദ്യമാണ്, എന്തടാ നീ മലമ്പാത താണ്ടിക്കിടക്കാത്തത്? എന്തേ നീ ചുരം കയറാത്തത്? എന്തേ നീ പാവത്തെ പരിഗണിക്കാത്തത്? എന്തേ നീ യതീമിനെ പരിഗണിക്കാത്തത്? എന്തേ നീ മിസ്കീനെ പരിഗണിക്കാത്തത്? എന്നിട്ട് അല്ലാഹു പറയാണ്, സുമ്മ കാന മിനല്ലദീന ആമനൂ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽമർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. വിശ്വാസം അതോടൊപ്പം സംരക്ഷിച്ചു നിർത്തണം, ഈമാൻ. ആ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതോടൊപ്പം വതവാസൗ ബിസ്സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു കൊള്ളണം. മാത്രമല്ല വതവാസൗ ബിൽ മർഹമ, കരുണ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ. മക്കൾ വിളിച്ചിട്ട് പറയണം, മക്കളെ കരുണ വേണട്ടോ, കാടനാകരുത്, കഠിന ഹൃദയനാകരുത്, കാടനാകരുത്, പരുക്കനാകരുത്. മക്കളെ കരുണ വേണം. വതവാസൗ ബിൽ മർഹമ, കരുണ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ, റഹ്മത്ത് കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണേ. ഉലൈക അസ്ഹാബുൽ മൈമന. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ സ്വഭാവമുള്ളവരാണ്
മൈമനത്ത് എന്ന് പറയപ്പെട്ട വലതുപക്ഷക്കാർ, അസ്ഹാബുൽ ശിമാലും അസ്ഹാബുൽ യമീനും ഉണ്ടല്ലോ. നാളെ ആഖിറത്തിൽ അസ്ഹാബുൽ യമീനാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ, അവർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞല്ലോ. ആ അസ്ഹാബുൽ യമീൻ അല്ലെങ്കിൽ അസ്ഹാബുൽ മൈമന ഈ സ്വഭാവമുള്ളവരാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കണം. ആരെ? അശരണരായ മനുഷ്യരെ. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ചൊരു വർഗമാണ് നേരത്തെ പറഞ്ഞ ഡിസേബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന, ഭിന്നശേഷിക്കാരൻ നമ്മൾ പറയുന്ന ആളുകൾ. അവരെ ചേർത്ത് പിടിക്കാൻ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഹ്വാനം ചെയ്യണം. അത് ഏറ്റവും ആവശ്യമുള്ള കാലഘട്ടമാണ് ഇത്. ജൂലൈ 14 ഒരു ദിവസം ഒരു അവയർനെസ് ഡേ ആയി ആചരിച്ചു പോയാൽ മാത്രം പോരാ. ഇസ്ലാം അങ്ങനല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലെ വചനം ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്നു അവരെങ്ങനെ ചേർത്ത് പിടിക്കേണ്ടത്. കാരണം വീട്ടിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഉണ്ടായാൽ അവനെ ശാപജന്മമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ശകുനപ്പിഴയായി പറയുന്ന ആളുകളുണ്ട്, മുൻജന്മ പാപമായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം വൈകല്യമുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ നിങ്ങളൊരു കണക്കെടുത്താൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു കണക്കെടുത്താൽ 200-ലധികം കുട്ടികളുണ്ടെന്നാണ് അത്തരം ആളുകൾ. പ്രയാസമനുഭവിക്കുന്ന മക്കൾ, ഭിന്നശേഷിക്കാരായ മക്കൾ. മനസ്സിലാക്കണം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോ മദീനക്കാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാന അഹ്ലുൽ മദീന ഖബല അയ്യബഅസൻ നബി അല്ലെങ്കിൽ അയ്യുബഅസൻ നബി ലാ യുഖാലിതുഹും ഫീ തആമിഹിം അഅമാ വൽ മരീദ്. ആ അഹ്ലു മദീനക്കാർ, മദീനയിലെ ആളുകൾക്ക് ഒരു തെറ്റായ വിശ്വാസം. അതെന്താ? ഏതെങ്കിലും ഒരു ഭിന്നശേഷിക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ അവനുമായി ഭക്ഷണം കഴിക്കരുത്, അവരുമായി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്, അവർ മറ്റു വീടുകളിലേക്ക് കൊണ്ടുപോകരുത് എന്നൊക്കെ ഒരു തെറ്റായ വിശ്വാസം മദീനയിലെ ആളുകൾക്കുണ്ടായിരുന്നു. അവിടെ ഖുർആൻ ഇടപെടുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. മാത്രമല്ല അവർക്ക് ഇളവ് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു എന്താ പറഞ്ഞത്? ലൈസ അലൽ അഅമാ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ വലാ അലൽ മരീലി ഹറജുൻ വലാ അൻഫുസികും അൻ തഅകുലു ഫീ ബുയൂതികും ഔ ബുയൂതി ആബായികും ഔ ബുയൂതി ഉമ്മഹാതികും ഔ ബുയൂതി ഇഖ്വാനികും ഔ ബുയൂതി അഖവാതികും ഔ ബുയൂതി അഅമാമികും ഔ ബുയൂതി അമ്മാതികും ഔ ബുയൂതി അഖ്വാലികും ഔ ബുയൂതി ഖാലാതികും ഔ മാ മലക്തും മഫാതിഹു ഔ സദീഖികും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സൂറത്തുൻ നൂറിൽ ആയത്തിറക്കുകയാണ്. അവരശരണരാണ്, കണ്ണു കാണാത്തവരുടെ കൂട്ടത്തിൽ ഡിസേബിൾ ആയ ആളുകൾ അവർ പലതരത്തിലാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിഹിനിയായ യാക്കയാണ്. യാക്കത്തു ദിഹിനിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ മാന്ദ്യമാണ്. നമ്മളെപ്പോലെ അത്രയും ബുദ്ധിയില്ല, അവർക്ക് പലവിധ കുറവുകളും അവരുടെ ബൗദ്ധികമായ രംഗത്തുണ്ട്. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ യാക്കത്തുൽ ബസ്വരിയാണ്, കണ്ണിനാണ് കുഴപ്പം, കാണാത്ത മനുഷ്യരാണ്. വേറെ ചില ആളുകൾ യാക്കത്തു സംഇയ്യ, കേൾവിക്ക് വൈകല്യമുള്ള ആളുകൾ. വേറെ ചില ആളുകൾ യാക്കത്തുൽ ഹറക്കിയ, നടക്കാൻ കഴിയാത്തവർ, പിടിക്കാൻ കഴിയാത്തവർ. അങ്ങനെ വൈകല്യമുള്ള പല ആളുകളുമുണ്ട്. ആ വിവിധ തരം വൈകല്യങ്ങളുള്ള ആളുകൾ അവർക്ക് അല്ലാഹു ഇളവ് പ്രഖ്യാപിക്കുകയാണ്. 14 മുമ്പ് അവർക്കൊരു പ്രശ്നമില്ലട്ടോ. അവർക്ക് നിർബന്ധമായി മറ്റുള്ള ആളുകൾ കേൾപ്പിക്കുന്ന ഒരു ബാധ്യതയുമില്ല. അവരുടെ പ്രയാസം മനസ്സിലാക്കൽ. ലൈസ അലൽ അഅമാ ഹറജ് വഅലൽ അഅറജി ഹറജ് വഅലൽ മരീലി ഹറജ്. ഇത്തരം ഡിസേബിൾ ആയ കണ്ണിനോ അതല്ലെങ്കിൽ കേൾവിക്കോ അല്ലെങ്കിൽ നടത്തത്തിനോ പിടുത്തത്തിനോ അല്ലെങ്കിൽ ദിഹിനിയായി ബുദ്ധിപരമായോ എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് പ്രശ്നമില്ല. അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്, അവരുടെ കൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഖുർആൻ ആയത്തിറക്കുകയാണ്, അവരുടെ കൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ വഅസ്താത. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച് പഠിപ്പിക്കുകയാണ്. അവർക്ക് പ്രത്യേകം ഇളവ് പ്രഖ്യാപിക്കുകയാണ്, അവരെ പരിഗണിക്കുകയാണ്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്രസ് ചെയ്യണം. ഒരിടത്തല്ല, സൂറത്ത് ഫത്ഹ് നിങ്ങൾ നോക്കൂ, 17-ാമത്തെ ആയത്ത് നോക്കൂ. അവിടെ നിർബന്ധ ബാധ്യത, മുസ്ലിം ഉമ്മത്തിന് നിർബന്ധ ബാധ്യത പറഞ്ഞപ്പോഴും അവിടെയും അല്ലാഹു പറഞ്ഞു ലൈസ അലൽ അഅമാ ഹറജുൻ വഅലൽ അഅറജി ഹറജുൻ വഅലൽ മരീലി ഹറജ്. ഡിസേബിൾ ആയ ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, ഭിന്നശേഷിയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് ബാധ്യതയില്ലെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം അല്ലാഹു അവതരിപ്പിച്ചു. എന്തിന്റെ പേരിലാത്? നമ്മുടെ കൂട്ടത്തിൽ അത്തരം ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു മാറ്റി നിർത്തൽ, മുഖം ചുളിച്ചുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചു അല്ലാഹു. അതിനുവേണ്ടി റബ്ബ് മാറ്റിവെച്ചത് 1-2 ആയത്തല്ല, 16 ആയത്തുകളാണ്. 16 ആയത്തുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുത്തെ പൗരപ്രമുഖന്മാരുമായ മക്കയിലെ കുലപതികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂജഹലും മുത്തുബത്തും ശൈബത്തും അടക്കമുള്ള ആളുകളുമായി പ്രവാചകൻ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകന്റെ ആഗ്രഹം എത്രയുള്ളൂ, ഈ ആളുകൾ, ഈ നാട്ടുജന്മിമാർ, നാട്ടുമൂപ്പന്മാർ, അവർ കൺവെർട്ട് ചെയ്ത് വന്നാൽ, അവർക്ക് മാറ്റമുണ്ടായാൽ അതുവഴി ഒരുപാട് ആളുകളിലേക്ക് ഈ ദീനെത്തുമല്ലോ എന്ന ആ നല്ല വിചാരത്തിൽ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിസേബിൾ ആയ ഒരാൾ കയറി വന്നത്. അദ്ദേഹം പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അല്ലിംനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്. ആ സദസ്സ് ഏതാണെന്ന് കാണാൻ കണ്ണില്ല, കാഴ്ചയില്ല. ആരോടാണ് റസൂൽ സംസാരിക്കുന്നത്, ആ സദസ്സിന്റെ പ്രാധാന്യം അതൊന്നും അദ്ദേഹം കണ്ട. അദ്ദേഹം ദീൻ പഠിക്കാൻ വന്ന ആളാണ്. ഈ രൂപത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ കയറി വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോ മാനുഷികമായ ഒരു പ്രതികരണം പ്രവാചകനിൽ സംഭവിച്ചു പോയി. റസൂലുള്ളാഹ് മുഖം തിരിച്ചു കളഞ്ഞു. കാരണം അത് നമുക്കറിയാം, ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരാൾ ഇങ്ങനെ ഇടക്ക് കയറി അല്ലിംനി എന്ന് പറഞ്ഞു വരുമ്പോ സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമാണ് പ്രവാചകനിൽ. അതൊരിക്കലും ആ വന്നയാൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിയിൽ ആ മുഖഭാവത്തിൽ പ്രകടമായ നീരസം വന്നയാൾ കണ്ടിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണദ്ദേഹത്തിനില്ല, കാഴ്ചയില്ല. പക്ഷേ കാണേണ്ടവൻ അത് കണ്ടു, കണ്ണുള്ളവൻ അത് കണ്ടു, ബസീറായ അല്ലാഹു അത് കണ്ടു. ഉടൻ തന്നെ നാമൂസ്ലമീനെ പറഞ്ഞു വിട്ടു, പ്രവാചകനോട് പറയാൻ പറഞ്ഞു, അബസ വതവല്ല അൻജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസക്ക ഔ യദക്കറു ഫതൻഫഉഹു ദിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅന്ത ലഹു തസദ്ദ. ആ ആയത്തിന്റെ ഗൗരവം എത്രമാത്രം ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ വർത്തമാനം. ഒരു അന്ധൻ വന്നപ്പോൾ അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു. വമാ യുദ്രീക്, നിങ്ങൾക്ക് എന്തറിയാം നബിയേ, ലഅല്ലഹു യസക്ക, വന്നയാള് സംസ്കൃതനായേക്കാം. ഔ യദക്കറു ഫതൻഫഉഹു ദിക്റ, ആ വന്ന കണ്ണ് പൊട്ടനായ, കണ്ണ് കാണാത്ത മനുഷ്യൻ, ആ മനുഷ്യനോടാണ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നതെങ്കിൽ അത് ഉപകരിച്ചേക്കാം. പക്ഷേ അമ്മാ മൻ ഇസ്തഗ്ന, ഞങ്ങൾ സ്വയം പോന്നവരാണെന്ന് വിചാരിക്കുന്ന കുറെ ഏമാന്മാർ, അവരുടെ നേരെ അവരുടെ നേരെയാണോ നബിയെ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്? വമാ അലൈക അല്ലാ യസക്ക, അവർ നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നബിയെ? അവർ നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ, ആ ഓടി വന്നയാളുണ്ടല്ലോ, കണ്ണു കാണാത്തവനാണെങ്കിലും ആ മനുഷ്യൻ ഓടി വന്നില്ലേ നബിയെ? ദീൻ ചോദിച്ചു വന്നില്ലേ? വഹുവ യഖ്ശാ, അല്ലാഹുവിനെ പേടിച്ചു വന്ന ആളാ അദ്ദേഹം. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിൽ അദ്ദേഹം ഡിസേബിൾ ആണ്, നിങ്ങളെപ്പോലെ കാണാൻ കഴിയുന്നില്ല, നിങ്ങളെപ്പോലെ ഓടി നടക്കാൻ കഴിയുന്നില്ല, ഡിസേബിൾ ആയ ഒരാളാണ്. പക്ഷേ വഹുവ യഖ്ശാ, ഖൽബിൽ അല്ലാഹുവിനെ പേടിച്ചു വന്ന ആളാ അദ്ദേഹം. പക്ഷേ താങ്കൾ തിരിഞ്ഞിരിക്കുന്നത് കണ്ണുണ്ട്, കാതുണ്ട്, കൽബുണ്ട്, കാശുണ്ട്, അത്തരം ആളുകളെ നേരെ, ആ ഏമാന്മാരുടെ നേരെയാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. അവർ നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നബിയെ? ശുദ്ധ ഖുർആൻ ഡിസേബിൾ ആയ ഒരു മനുഷ്യന്റെ നേരെ മുഖം ചുളിച്ചു എന്ന കാരണത്താൽ, ചെറിയൊരു നീരസം പ്രകടിപ്പിച്ചു എന്ന കാരണത്താൽ അവതരിച്ചത് 16 ആയത്തുകളാണ്. മനസ്സിലാക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം എപ്പോഴും ആ മനുഷ്യന് കടന്നു വരുന്നത് കണ്ടാൽ ഓടി അങ്ങോട്ട് ചെല്ലുമായിരുന്നു മർഹബ പറയാൻ, സ്വീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ 16 ആയത്ത് കൊണ്ട് ആദരിച്ചു എന്ന് മാത്രമല്ല, മദീന വിട്ട് പ്രവാചകൻ എപ്പോൾ പുറത്തു പോകുമ്പോഴും പ്രവാചകൻ നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിച്ചത് ഡിസേബിൾ ആയ മനുഷ്യനെയാണ്. അവിടെ മറ്റാൾക്കാരുണ്ട്, വേറെ ആളുകളുണ്ട്. പക്ഷേ റസൂല് പരിഗണിക്കുകയാണ്, ഇതൊരു കുറവല്ല, അതൊരു പോരായ്മയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖലഫ ഇബ്ന ഉമ്മി മക്തൂം അലൽ മദീന മറത്തൈൻ, 2 വട്ടം മദീന വിട്ട് റസൂൽ പോകുമ്പോഴും പകരം അവിടെ നേതാവാക്കി അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഈ മനുഷ്യനെയാണ്. മാറ്റി നിർത്തേണ്ടയാളല്ല, നേതൃത്വത്തിലേക്ക് വരേണ്ടയാളാണ്. വിശുദ്ധ ഖുർആൻ ഒരു വട്ടമല്ല, നമുക്കറിയാം ബദർ യുദ്ധം കഴിഞ്ഞ് വിജയപേരി മുഴക്കി ആളുകൾ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കി, ഇനി 2 തരം മനുഷ്യരുണ്ട് കേട്ടോ ഇവിടെ. ഒന്ന് പണിയെടുത്തവൻ, പണിയെടുത്ത മുജാഹിദ്, രണഭൂമിയിൽ പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടിപറ്റിയ മുജാഹിദ്, അള്ളാഹുവിന് വേണ്ടി ജീവാർപ്പണം നടത്താൻ തയ്യാറായ മുജാഹിദ്. പക്ഷേ അവസരമുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന കായിദ്, പണിയെടുക്കാത്തവൻ. ഇനി 2 തരമുണ്ട് മുഅ്മിനീങ്ങളിൽ ആളുകൾ. ഒന്ന് കൂലി കൂടുതൽ വാങ്ങിയവർ, ദറജയുള്ളവർ, സ്റ്റാർ നേടിയവർ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അതേ സ്റ്റാർ ഇല്ലാത്തവർ മുഅ്മിൻ തന്നെയാണ്, അത്ര തന്നെ പദവിയില്ലാത്തവർ മുഅ്മിൻ തന്നെയാണ്. ഈ 2 തരം ആളുകൾ ഈ ഉണ്ട് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ ആയത്തിറക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നു, നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, റസൂലേ എന്താണ് ഈ പറയുന്നത്? എന്താ ഈ പറയുന്നത്? എനിക്ക് പോയില്ലേ അത്?
എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? എനിക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതല്ലേ നബിയെ? ഞാൻ മാറി നിന്നിട്ടുണ്ടോ? ഞാൻ വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ തയ്യാറാകാതിരുന്നിട്ടുണ്ടോ? ഒരുങ്ങി വന്നപ്പോൾ കാഴ്ചയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് നബിയെ നിങ്ങളല്ലേ? എന്നിട്ട് എനിക്ക് സ്റ്റാർ ഇല്ലേ റബ്ബിന്റെ അടുക്കൽ? എനിക്ക് ദർജയില്ലേ റബ്ബിന്റെ അടുക്കൽ? എനിക്ക് പ്രതിഫലമില്ലേ റബ്ബിന്റെ അടുക്കൽ? അല്ലാഹുവിന്റെ റസൂൽ രണ്ടാം വട്ടം ഞെട്ടിപ്പോയി. കാരണം മക്കത്തെ ഓർമ്മയുണ്ട്, മദീനത്താണിത്. ആ സന്ദർഭത്തിൽ അതേ ഈ ഹദീസ് റിപ്പോർട്ട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന് ഭാരമേറുന്നത് ഞാൻ അനുഭവിച്ചു. കാരണം റസൂലുള്ളാഹിന്റെ രണ്ട് കാലുകൾ എന്റെ കാലിന്റെ മുകളിലാണ് വെച്ചിരുന്നത്. ആ കാലിന് റസൂലുള്ളാഹിയുടെ കാലുണ്ടായ ഭാരം കൊണ്ട് എന്റെ കാല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഉടൻ തന്നെ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉക്തുബ് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഒരു ഭാഗം കൂടി അവിടെ ചേർക്കണം. ഗൈറു ഉലിൽ ളറർ, ഡിസേബിൾ ആയ ആളുകൾക്ക് ഇത് ബാധകല്ലട്ടോ. അവർ പോയില്ലെങ്കിലും കൂലി തരും, അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കൂലി തരും. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡിസേബിൾ ആണ് അവർക്ക് ആ കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ട് അതിതാ അവർക്ക് മേന്മയാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുകയാണ്. ആയത്തിറങ്ങേണ്ടി വന്നു രണ്ടാമത് ഈ സമൂഹത്തിന് വേണ്ടി, ആ വിഭാഗത്തിന് വേണ്ടി അല്ലാഹു ആയത്തിറക്കി. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഡിസേബിൾ ആയിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു ഇളവ് കൊടുത്തു. അദ്ദേഹത്തോട് അല്ലാഹു പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് കൂലി കുറക്കൂലെന്ന് പറഞ്ഞു, നിങ്ങൾ പോയിട്ടില്ലെങ്കിലും കൂലി തരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മരിച്ചത് എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലാഹു എല്ലാ ഇളവും കൊടുത്ത, ആ പോരായ്മയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് അനുഗ്രഹമാക്കി കൊടുത്ത ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എവിടുന്നാ മരിച്ചതെന്നറിയോ? അദ്ദേഹം മരിച്ചത് അതേ ഹിജ്റ 24 സംഭവിച്ച ഖാദിസിയുടെ പൊടിയടങ്ങിയപ്പോഴാണ്. വലിയ സാമ്രാജ്യത്വ ശക്തികളുമായി ഇസ്ലാമിക സമൂഹം നടത്തിയ യുദ്ധത്തിൽ ഖാദിസിയിൽ പൊടിയടങ്ങിയപ്പോൾ വിശുദ്ധ ദീനിന്റെ കൊടിയും പിടിച്ചൊരു മനുഷ്യൻ കിടക്കുന്നു. ആ മനുഷ്യൻ വന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ കാണാം. ഉമറേ, വാളെടുത്ത് പരിചകളും കയ്യിൽ പിടിച്ച് യുദ്ധം ചെയ്യാൻ അടരാടാൻ എനിക്ക് കണ്ണില്ല. പക്ഷേ ഞാനൊരു ധീരനായ യോദ്ധാവാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറുള്ള മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമാണ്. അത് മറ്റൊന്നുമല്ല, ഖാദിസിയയുടെ റായ, അതിന്റെ കൊടി ഞാൻ പിടിച്ചുകൊള്ളാം. കൊടി പിടിക്കേണ്ട ആൾ ഏറ്റവും ധൈര്യമുള്ള ആളാണ്. കാരണം പൊടിപാറുന്ന യുദ്ധം നടക്കുമ്പോൾ, വാൾത്തലപ്പുകൾ ചോര ചിന്തുമ്പോ തിരിഞ്ഞോടാത്ത ആളായിരിക്കണം കമാൻഡർ പദവിയിൽ നിന്നുകൊണ്ട് കൊടി പിടിക്കേണ്ടത്. അത് താങ്കൾക്ക് എന്നെ വിശ്വസിച്ചേൽപ്പിക്കാം. പാരാവാരം പോലെയുള്ള വലിയ സൈന്യം എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ മറുഭാഗത്ത് വന്നാലും, കടൽ കണക്കെ ശത്രു സൈന്യം എങ്ങനെ നിരന്നു നിന്നാലും ഈ അബ്ദുള്ള ഒരിക്കലും തിരിഞ്ഞോടില്ല. കാരണം അവരെ കാണാനുള്ള കണ്ണെനിക്കില്ലല്ലോ. അവരെത്ര വലിയതാണെങ്കിലും ഞാൻ അവരെ കാണില്ലല്ലോ. അതുകൊണ്ട് തിരിഞ്ഞോടുമെന്ന പേടിയില്ലാതെ കൊടിയേൽപ്പിക്കാൻ പറ്റിയ ആൾ ഞാനാണ്. അതുകൊണ്ട് ആ കൊടി എന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട് ഖാദിസിയയിലേക്ക് കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം നടന്നു പോയിട്ട് പൊടിയടങ്ങിയപ്പോൾ ആ കൊടി കയ്യിൽ പിടിച്ച് ഷഹീദായി ഖാദിസിയുടെ രണഭൂമിയിൽ നമ്മൾ ഡിസേബിളായി മാറ്റിയ ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ കൂലി വാങ്ങാൻ ഓടിപ്പോകുന്ന രംഗമാണ്. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ അത്തരം പല ആളുകളുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ജുമൂഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ. അദ്ദേഹം ഉഹുദിലേക്കാണ് പോയത്. അദ്ദേഹം നബി അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറജുണ്ട്, ഞാൻ മുടന്തനാണ്. ചെറിയ മുടന്തല്ല, അറജ ശദീദൽ അറജ്, വലിയ ശക്തമായ മുടന്ത്, ഓടാനോ നടക്കാനോ ഒന്നും കഴിയാത്ത രൂപത്തിൽ തളർന്നു പോകുന്ന രൂപത്തിലുള്ള മുടന്തുള്ള ആളാണ്. എനിക്ക് പോകണം. 3 മക്കളുണ്ട്. ആ 3 മക്കളും നബിയെ നിങ്ങളുടെ കൂടെ ഈ പട്ടാളത്തിലുണ്ട്. പക്ഷെ എനിക്കും കൂടെ പോകണം. എൻ്റെ മക്കൾ എന്നെ തടയാണ്. എൻ്റെ മക്കൾ എന്നോട് പറയുന്നത്, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ജഅല ലക റുഖ്സ, അല്ലാഹ് നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് നബിയെ എനിക്ക് വരണം നിങ്ങളുടെ കൂടെ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുടന്തനായി ഈ മുടന്തും കൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മനുഷ്യൻ, ആ ഡിസേബിൾ ആയ ആൾ മരണപ്പെട്ടത് ഉഹുദിന്റെ രണഭൂമിയിലാണ്. മനസ്സിലാക്കണം, കൈയുള്ള കാലുള്ള ശേഷിയുള്ള സമ്പത്തുള്ള ആരോഗ്യമുള്ള മനുഷ്യരെ നമ്മൾ പല രംഗത്തും തോറ്റുപോയവരാണ്. നമ്മൾ അഭിമാനം പറയാൻ, എനിക്കൊരു കുറവില്ല, എനിക്കൊരു പോരായ്മയില്ല, എല്ലാമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ പടച്ചവന്റെ അടുക്കൽ എന്തുണ്ട്? റബ്ബിന്റെ അടുക്കൽ എന്തുണ്ട്? ഒരു ഒഴിവ് കഴിവും പറയാനില്ലാത്തവരാ നമ്മള്. പക്ഷേ 1000 ഒഴിവ് കഴിവ് പറയാൻ
സാധ്യതയുള്ള, കാരണമുള്ള, പ്രയാസം എടുത്തു പറയാൻ കഴിയുന്ന മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുന്നേറിയത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേർത്ത് വെക്കണം. അള്ളാഹു ചേർത്ത് വെക്കാൻ പറഞ്ഞവരെ, റബ്ബ് ചേർത്ത് വെക്കാൻ പറഞ്ഞവരെ നിന്റെ കരുണയിൽ മുക്കി നീ കൊണ്ടു നടക്കണമെന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു പോയ ജന്മങ്ങളെ, വ്യക്തിത്വങ്ങളെ, ചുറ്റുപാടുകളെ ചേർത്ത് വെക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലുള്ളൊരു മനസ്സാണ് മുഅ്മിന് നൽകിയത്. ആ മനസ്സ്, ഈമാനുള്ള മനസ്സ്, ആ ഒരു വികാരത്തെ ഉൾക്കൊള്ളണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യത്തെ കൽബിലേറ്റാൻ, ആ റഹ്മത്തുള്ള ഖൽബിന്റെ ഉടമകളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കി, ജൂലൈ 14 ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്തു വെക്കാൻ ലോക സമൂഹത്തിന് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു തീയതിയായി ലോക സമൂഹം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു തൗഫീഖ് തന്നത്. ജൂലൈ 14 ഈ അവയർനെസ് ഡേ എങ്കിൽ ജൂലൈ 30 അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പസിൽ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ഡിസേബിളായ ആളുകൾ അവർക്ക് ഉള്ള ഒരു ക്യാമ്പസ്, അത് നമ്മൾ ഏറ്റെടുത്തൊരു വലിയ ദൗത്യമാണ്. പൈസ ഉണ്ടായിട്ടല്ല, പണം ഉണ്ടായിട്ടല്ല, അതിന് കഴിയുന്നവരായതുകൊണ്ടല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിയ്യത്ത് വെച്ച് ഇറങ്ങിയ ആ ഒരു ദൗത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരികയാണ്. നമ്മളത് പ്രഖ്യാപിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ സാധിക്കുകയാണ്. അതിൻ്റെ 1ാം ഘട്ടം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഡിസംബർ 30 എന്നൊരു ദിവസം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുമെങ്കിൽ, മറ്റു പ്രയാസങ്ങളൊന്നും റബ്ബ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മശീഅത്തിൽ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഇൻഷാ അല്ലാഹ് ജൂലൈ 30 നമ്മൾ ആ മഹത്തായ ദൗത്യം നിർവഹിക്കുകയാണ്. വലിയ സാമ്പത്തികമായ ബാധ്യതകൾ, കടങ്ങൾ വാങ്ങിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയിലേറ്റിക്കൊണ്ട് തന്നെയാണ് ആ പദ്ധതി നമ്മൾ പൂർത്തിയാക്കുന്നത്. അല്ലാതെ നമ്മൾ ആരും സമ്പന്നരല്ല, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലേറെ പണം വരുന്നത് കൊണ്ടല്ല. അത് ആവശ്യമാണെന്നും സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്നും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം, സഹായം അതിനാവശ്യമുണ്ട്. എല്ലാ മനുഷ്യരും, അപാലവൃദ്ധം ജനങ്ങൾ ആ ജൂലൈ 30 ഒരു സന്തോഷത്തിൽ നമ്മൾ വന്നു ചേരണം. കാരണം ഇത് നാടിൻ്റെതാണ്, ഈ സമൂഹത്തിൻ്റെതാണ്, ഈ സ്ഥാപനം ഈ നാടിൻ്റെതാണ്, ഈ നാടിൻ്റെ ഒരു പ്രകാശഗോപുരമാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, ആണും പെണ്ണും കുട്ടികളും എല്ലാവരും. കാര്യം അത് അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ്, ആനന്ദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾ നൽകി പരീക്ഷിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ നോക്കിയിട്ട് ഇനി എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇത്തരം ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നു എന്നറിയുമ്പോൾ വരുന്ന കോളുകൾ എത്രയാണെന്നറിയോ? ഓരോ ദിവസവും ഓരോരുത്തരും വിളിക്കും, എൻ്റെ വീട്ടിൽ 2 എണ്ണം ഉണ്ട് മൗലവി, ഒരെണ്ണത്തെ ഞങ്ങൾ തരാം. അവിടെ നിർത്താൻ കഴിയുമോ? നിർത്തി താമസിപ്പിക്കാൻ കഴിയുമോ? പരിചരിക്കാൻ കഴിയുമോ? പല ആളുകളും ഇങ്ങനെ ബന്ധപ്പെടാൻ. കാര്യം പല വീടുകളിൽ നമുക്കറിയാം ഇത്തരം ആളുകൾ മുറിവിട്ട് പുറത്തിറങ്ങുന്നില്ല, ഇറങ്ങില്ല. ആരും പുറത്ത് നമ്മുടെ മക്കളെ വിടുന്നത് പോലെ വിടാൻ കഴിയില്ല. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് പറയാം പോയി കളിയടാ, പക്ഷെ ഇതുപോലെ കളിക്കാൻ പറഞ്ഞു വിടാൻ കഴിയില്ല. അവരൊരു മുറിയുടെ ഉള്ളിലാണ്. ഈ ഇത്തരം ഭിന്നശേഷി മക്കളും മുറിയുടെ ഉള്ളിലാണ്. പുറം ലോകം കാണാൻ പോലും കഴിയില്ല. ജനലഴികളിൽ വന്നിട്ട് അവർ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അവർക്ക് ആവശ്യമായ തെറാപ്പികളുണ്ട്. അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സയൻസും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിപ്പിച്ച് നാളെ എഞ്ചിനീയറും സിവിൽ സർവീസിലൊന്നും എത്തിക്കാനില്ല. അങ്ങനെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ സിവിൽ സർവീസിൽ എത്തിക്കോ, ഇവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കലല്ല. അവരുടെ കൈ തടകി കൊടുക്കണം, അവരുടെ തലയൊന്ന് തടകി കൊടുക്കണം, അവരെഴുന്നേറ്റ് നടക്കുമ്പോൾ ഒന്ന് പിടിച്ചു കൊണ്ടുപോകണം, അവരൊന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഇരുത്തണം. ബിഹേവിയർ എങ്ങനെയാണ്, ഒരാൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്കൊന്ന് ഇങ്ങനെ തെറാപ്പികളും തടവലും. അവർ മരിക്കുന്നത് വരെ അവർ നമ്മുടെ കൈവെള്ളയിൽ ഒരു കുഞ്ഞിനെ പോലെ, ചിലപ്പോൾ 6 വയസ്സിലോ 3 വയസ്സിലോ വന്ന മകനാകാം, 20 കഴിഞ്ഞിട്ടുണ്ടാകാം, 25 കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴും 6 വയസ്സുകാരനെ പോലെ, അതല്ലെങ്കിൽ 20 കഴിഞ്ഞവനും 30 ആയവനും ഒക്കെ ഈ പറയുന്ന 7 വയസ്സുകാരനെ പോലെ ഒരു കുഞ്ഞിനെ പോലെയാണ്. അവനെ തടവിയും തലോടിയും
നമ്മുടെ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് ചേർത്ത് വെച്ച് അവർക്ക് കളിപ്പാട്ടങ്ങൾ ഇട്ടുകൊടുത്തും അവരോട് സംസാരിച്ചും അവരോട് വിശേഷങ്ങൾ ചോദിച്ചും അവരുടെ തലയിലൊന്ന് തടകിക്കൊടുത്തും ഇങ്ങനെയാണ് ഇവരെ പരിചരിച്ചു കൊണ്ടുപോകേണ്ടത്. എന്ന് വെച്ചാൽ എന്ത് ജീവിതത്തിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, നിങ്ങൾ ഏത് വലിയ കടത്തിലാണെങ്കിലും ഏത് വലിയ പ്രയാസത്തിലാണെങ്കിലും നിങ്ങൾ എവിടേക്കും പോകണ്ട, ഒരു ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒന്നും പോകണ്ട. നിങ്ങളുടെ മനസ്സിന് റാഹത്ത് കിട്ടണോ, ഈ മക്കളുടെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങളുടെ എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിച്ചു പോകും, ഏത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇല്ലാതായി മാറും. മാത്രല്ല, ഇത്തരമൊരു കാരുണ്യത്തിന്റെ കൈ നിങ്ങൾ കയ്യിൽ വെക്കുമോ, അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ കയ്യിലുണ്ടാകും. റബ്ബ് നിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് ഇറക്കി തരും. അത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയാണ്. റസൂൽ പറഞ്ഞതാണ്, പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, ഇന്നമാ തുർസഖൂന വ തുൻസറൂന ബിദുഅഫായിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ അശരണരായ ആളുകളെ നിങ്ങൾ ചേർത്ത് വെക്കുമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായവും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കുമായിരുന്നു, ആരാണ് ദുർബലർ, ആരാണ് പാവങ്ങൾ? നമ്മൾ നേരെ തിരിച്ച് ആരാ VIP എന്നാ ചോദിക്കുക, അവന്റെ പുറകെ നമ്മൾ പോവുക. ആരാണ് VIP, നമ്മൾ അവന്റെ പുറകെ പോവുക. റസൂൽ നേരെ തിരിച്ച, റസൂൽ അന്വേഷിച്ചത് ആരാണ് ദുഅഫ, ആരാണ് ശരണർ, അവരെ ചേർത്ത് വെച്ചു റസൂൽ. എന്നിട്ട് റസൂൽ സഹാബത്തിനോട് പറയും, ഇന്നമാ തുർസഖൂന വ തുൻസറൂന ബിദുഅഫായിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ പാവങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായ അന്നം തരും, നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു ലാഭം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയും തരും. ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ പാവങ്ങളെ കൂടി പരിഗണിക്കുമെങ്കിൽ, അവരുടെ അന്നം കൂടി നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ, നിങ്ങളുടെ 3 മക്കൾക്ക് പുറമെ, നിങ്ങളുടെ 2 മക്കൾക്ക് പുറമെ ഒരു പാവപ്പെട്ട ഈ മോനെ കൂടി നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓഹരി കൂടി നിന്റെ പോക്കറ്റിൽ വെച്ച് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയാണത്. അതുകൊണ്ട് ഈ ജൂലൈ 30 നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക, കലണ്ടറിൽ കുറിച്ചിടുക. തിരക്കുണ്ടാകാം, ജോലി ഉണ്ടാകാം, പല ആവശ്യങ്ങളുണ്ടാകാം. ഒരു ദിവസം നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ദൗത്യമാക്കി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ റബ്ബിന്റെ മുന്നിൽ വലിയ പ്രതിഫലം കിട്ടുന്ന, മലകൾ പോലെ പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ അമലായി അള്ളാഹു അതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ അള്ളാഹു അവരുടെ ജീവിതത്തിൽ സർവ്വവിധ അഭിവൃദ്ധിയും പ്രതാപവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട മാതാപിതാക്കളുടെ ഉള്ളകങ്ങൾക്ക്, അവരുടെ കൽബുകൾക്ക് അള്ളാഹു കരുത്തും സമാധാനവും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.